ഹായ് നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോൻ്റെ 9th ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ കേക്കിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. കാർട്ടൂൺ തീം കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ ബേസ് ഉണ്ടാക്കി. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ഇല്ലാതെ, ഓവൻ ഇല്ലാതെയാണ് നമ്മൾ ബേസ് ചെയ്തെടുത്തത്. നല്ല സോഫ്റ്റ് സ്പഞ്ചാണ് കിട്ടിയത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, നല്ല സോഫ്റ്റാണ് കേക്ക് കിട്ടിയത്. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് 2 ടയർ കേക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതുപോലെ ഒരു ബേസ് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ക്യാമറയുടെ വിപ്പിംഗ് ക്രീമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റി ക്രീമാണ്. ആദ്യം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലോണം ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫായി വരുന്ന വരെ ബീറ്റ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ക്രീം ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിത് കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡും പാലും കൂടെ മിക്സ് ചെയ്യാം. ഈ ഒരു മിക്സ് നല്ല ടേസ്റ്റാണ് കേക്കിന് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് ഉപയോഗിച്ച് ഈ കേക്കിൻ്റെ ഓരോ ലെയറും വെറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് കേക്ക് ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡിൽ കുറച്ച് ക്രീം ആക്കിയതിന് ശേഷം വെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചോ എങ്ങനെ വേണമെങ്കിലും നല്ലോണം വെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ക്രീം ഇതുപോലെ നല്ലോണം സ്പ്രെഡ് ചെയ്യാം. എല്ലാ ഭാഗത്തും നല്ലോണം സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡ് നമുക്കതിന് മുകളിലായി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇതുപോലെ മിൽക്ക് മെയ്ഡും ഈ കുറച്ച് ചോക്ലേറ്റും കൂടി ഇടുമ്പോൾ. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട് ചോക്ലേറ്റ് ഇട്ടാൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതേപോലെ തന്നെ അടുത്ത ലെയർ വെക്കുക. സൈഡ് നല്ലോണം ഇതേപോലെ ആക്കി കൊടുക്കുക. സെയിം പ്രോസസ്സ് തന്നെ 3 ലെയറിലും ചെയ്ത് കൊടുക്കാം. കേക്ക് നല്ല ഹൈറ്റിൽ വന്നതുകൊണ്ട് നമുക്ക് നല്ല ഹൈറ്റുള്ള കേക്കാണ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതേപോലെ നല്ലോണം ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ടോപ്പ് ലെയറിൽ നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കേക്ക് നല്ലോണം ഐസിങ് ചെയ്തെടുക്കാം. ഇതുപോലെ ഐസിങ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അടുത്ത കോട്ട് ഐസിങ് ചെയ്താൽ നമുക്ക് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സൈഡെല്ലാം നല്ലോണം കിട്ടും. സോണിക് തീം കേക്ക് ആയതുകൊണ്ട് നമ്മളിവിടെ 2 കളറാണ് യൂസ് ചെയ്തത്. 2 ടയർ ആയതുകൊണ്ട് ഇതിന് സ്റ്റിക്ക് സപ്പോർട്ട് കൊടുക്കണം. ഇതിന് മേലെ കേക്ക് വരുന്നത് കൊണ്ട് തന്നെ. പിന്നെ ഇത് മേലെ വെക്കുന്നത് കുറച്ച് റിസ്കി പ്രോസസ്സാണ്. ഹോം ബേക്കേഴ്സിന് ഇത് വലിയ റിസ്ക്കായിട്ട് തോന്നില്ല. നമ്മളത് ഡെയിലി ചെയ്യാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ ഇത് സോണിക്കിൻ്റെ സ്റ്റിക്കേഴ്സാണ്. ഇത് നമ്മൾ ഓൺലൈനായിട്ടാണ് വാങ്ങിയത്. ഇനി ഓരോ സ്റ്റിക്കർ ഇതുപോലെ നമുക്ക് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. എല്ലാ ഭാഗത്തും ഇതേപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൽ ഷുഗർ ബോൾസ് ആഡ് ചെയ്യണം. അതുപോലെ ബർത്ത്ഡേൻ്റെ സ്റ്റിക്കും എല്ലാം വെച്ച് ഇനി ഈ ഷുഗർ ബോൾസ് ഇതേപോലെ ഓരോന്നായിട്ട് ചെറുതും വലുതും 2 തരത്തിലുള്ള ഷുഗർ ബോൾസ് ഉണ്ട്. ഇത് നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇതും കൂടി ആകുമ്പോൾ കേക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഓരോ ഷുഗർ ബോൾസ് ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ കേക്കിന് കുറച്ച് ഡാമേജ് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ എറിഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ പെർഫെക്റ്റായിട്ട് അതിൽ സ്റ്റിക്കായി കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നെയിം കൊടുക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണ് കൊടുത്തത്. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.